ഇപ്പോൾ നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൻ്റെ സെക്കൻഡ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം എല്ലാവരും കണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. കുറച്ച് കൺഫ്യൂസിങ് ആണ്, കുറച്ച് ലെങ്തി ആണ്. അത് മനസ്സിലാക്കി തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് പ്രോബ്ലം നോക്കാം. കാണുന്നുണ്ടല്ലോ. Two identical rollers, each of weight Q is equal to 500 Newton, are suspended by an inclined plane and a vertical wall are shown in the figure. Assuming smooth surface, find the reactions induced at points of support A, B and C. അപ്പം എയും ബിയും സിയിലെയും ഡിയും ഉണ്ട്. എയും ബിയും സിയിലെയും റിയാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയാണ് സർഫസ് കിടക്കുന്നത്. ഇങ്ങനെയാണ് സർഫസ്. ഇത് അതിൻ്റെ ഇൻക്ലിനേഷനാണ് കാണിച്ചിരിക്കുന്നത് 30 ഡിഗ്രി. അപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ് ഇതാണ്, നേരെ അല്ല. നമ്മൾ ഇത് ഹൊറിസോണ്ടൽ സർഫസ് വെച്ചാണ് ചെയ്യുന്നത്. പിന്നെ അതിന് പെർപെൻഡിക്കുലർ വരച്ച് അത് വെർട്ടിക്കൽ സർഫസ് വരെ എടുത്താണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ഇതാണ് ഹൊറിസോണ്ടൽ സർഫസ്. അത് മനസ്സിൽ വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഇതിനെ റിസോൾവ് ചെയ്യുമ്പം ഹൊറിസോണ്ടൽ സർഫസ് ഇങ്ങനെയാണ്, ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അത് അസ്യൂം ചെയ്യണം. അത് ഇൻക്ലൈൻഡ് സർഫസിന് പാരലായിട്ട് കിടക്കുന്നത് ഹൊറിസോണ്ടൽ സർഫസും, ഈ ഇൻക്ലൈൻഡ് സർഫസിന് വെർട്ടിക്കലായിട്ട് വരുന്നത് നമ്മുടെ വെർട്ടിക്കൽ സർഫസുമാണ് അസ്യൂം ചെയ്തത് നമ്മുടെ പ്രോബ്ലത്തിന്. കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. ഡൗട്ടില്ലല്ലോ? എങ്ങനെയാണ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതെന്ന് അറിയാമല്ലോ. എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ ആദ്യം തന്നിരിക്കുന്നത് അതുപോലെ വരച്ചു. 2 ബോഡി വരച്ചു. ഇനി അതിനുള്ള ഫോഴ്സസ് എല്ലാമാണ് നമ്മൾ കാണിക്കേണ്ടത്, ഫോഴ്സ് വെക്ടേഴ്സ് വെച്ചിട്ട്. ഇതിന് സെൽഫ് വെയിറ്റ് ഉണ്ട് 2 ബോഡിക്കും, ക്യൂ. പിന്നെ ഇവിടെ മുട്ടുന്ന ഈ പോയിന്റിലൊരു റിയാക്ഷൻ ഉണ്ട്, RD, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. പിന്നെ ഈ പോയിന്റിൽ മുട്ടുന്നുണ്ട്. ഈ പോയിന്റിൽ മുട്ടുമ്പോൾ അവിടെ റിയാക്ഷൻസ് ഉണ്ട്, RB. പിന്നെ ഈ പോയിന്റിൽ മുട്ടും എയിൽ, അവിടെ റിയാക്ഷൻ ഉണ്ട്, RA, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. പിന്നെ ഈ പോയിന്റിൽ മുട്ടും സിയിൽ, അവിടെ റിയാക്ഷൻ ഉണ്ട്, RC, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ആംഗിൾ 30 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഓരോ ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാൻ. ഓരോ ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനെ ഫസ്റ്റ് ആയിട്ട് എടുക്കുക, ഇതിനെ സെക്കൻഡ് ആയിട്ട് എടുത്തിട്ട് ഫസ്റ്റ് സിലിണ്ടർ എടുക്കുക, അതായത് അപ്പർ സിലിണ്ടർ എടുത്തിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം കാണുന്നുണ്ടല്ലോ. കാണാം, ഓക്കെ. ആദ്യം നമ്മൾ അപ്പർ ബോഡി എടുക്കും. അപ്പർ ബോഡി എടുക്കുമ്പോൾ എങ്ങനെയാണ് പടം വരുന്നത്? പിന്നെ സോറി തട്ടിയോ? കാണുന്നുണ്ടല്ലോ. സൈഡിലുണ്ട്, അതിന് ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്നുണ്ട് 30 ഡിഗ്രി. ഓക്കെ, നമ്മൾ അപ്പർ ബോഡിയാണ് എടുക്കുന്നത്. അപ്പർ ബോഡി എടുക്കാം. ഓക്കെ, അപ്പർ ബോഡി എടുക്കുമ്പോൾ ഇവിടെ എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്? ഇതിനൊരു സെൽഫ് ഫോഴ്സ് ഉണ്ട്, സെൽഫ് വെയിറ്റ് ക്യൂ ഉണ്ട്, അറിയാലോ. പിന്നെ ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടല്ലോ, RA, സെൽഫ് വെയിറ്റ്. ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്, ഇതാണ് RA. പിന്നെ ഉള്ളത് C, ഇവിടുത്തെ RC ഉണ്ട്, ഇത് വരയ്ക്കണം. RC വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഇൻക്ലൈൻഡ് സർഫസിന് പാരലായിട്ടാണ് RC കിടക്കുന്നത്. കണ്ടല്ലോ, ഇൻക്ലൈൻഡ് സർഫസിന് പാരലായിട്ട്, അതായത് ഇതാണ് ഹൊറിസോണ്ടൽ സർഫസ് എടുക്കുന്നതെങ്കിൽ ഈ ഹൊറിസോണ്ടൽ സർഫസിന് പാരലായിട്ടാണ് RC ഉള്ളത്. അപ്പോൾ നമ്മളതിന് പാരലായിട്ട് RC ഉണ്ട്. ഓക്കെ, RC ഉണ്ട്. ഇതപ്പം RC, ഇത് സെൽഫ് വെയിറ്റ് ക്യൂ, ഇത് RA. ഇത്രയാണുള്ളത്. ഓക്കെ,
ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതിനെ റിസോൾവ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ കൊടുക്കണമല്ലോ. സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐയും രണ്ടും ഈക്വൽ ടു 0 ഇട്ടാണ് ഫ്രീ ബോഡി ഡയഗ്രത്തിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അറിയാമല്ലോ. ആദ്യം സിഗ്മ എഫ് എക്സ് എടുക്കണം, അത് സോൾവ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ കിട്ടും. പിന്നെ സിഗ്മ എഫ് ഐ എടുത്ത് സോൾവ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ റിയാക്ഷൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് സോൾവ് ചെയ്യാൻ നോക്കുക. ആദ്യം സിഗ്മ എഫ് എക്സ് എടുക്കണം. സിഗ്മ എഫ് എക്സ് ഇക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ. സിഗ്മ എഫ് എക്സ് എങ്ങനെയാണ്? ഫോഴ്സ് എലോങ് ഇതിന് പാരലൽ ആക്സിസിന് ഈ ഇൻക്ലൈൻഡ് സർഫസിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് എടുക്കുന്നത്. ഫോഴ്സ് എലോങ് പാരലൽ ഫേസ് ടു ദ ഇൻക്ലൈൻഡ് സർഫസ്. ഓക്കെ, ഇൻക്ലൈൻഡ് സർഫസിന് പാരലൽ ആയിട്ടുള്ള ഫോഴ്സ്. ഇപ്പം ഏതൊക്കെയുണ്ട്? ആർ സി ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? ഈ ക്യൂ ആണുള്ളത്. ക്യൂവിൻ്റെ ഇതിന് പാരലായിട്ടുള്ള സർഫസിൻ്റെ വേണം. അതായത് ക്യൂവിനെ റിസോൾവ് ചെയ്യണം. ഈ ആറ് പെർപെൻഡിക്കുലറാണ്, അപ്പോൾ നമ്മൾ എടുക്കണ്ട. പിന്നെ ക്യൂവിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇതിന് പാരലായിട്ടും കിട്ടും, ഇതിന് പെർപെൻഡിക്കുലറായിട്ടും കിട്ടും. അങ്ങനെ ചെയ്തിട്ട് റിസോൾവ് ചെയ്യണം. അപ്പം ക്യൂവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഇത്രയാണ് പാരലൽ ആയിട്ടുള്ള ഫോഴ്സുകൾ. ഇനി നമ്മൾ റിസോൾവ് ചെയ്യാൻ എന്താ വേണ്ടേ? റിസോൾവ് ചെയ്യാൻ ആംഗിൾ വേണം. ഈ ആംഗിൾ കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ക്യൂ ഇതുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനെ നമുക്ക് അസ്യൂം ചെയ്യാം തീറ്റ. ഈ തീറ്റ ഉണ്ടെങ്കിലല്ലേ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. ഇനി ഈ തീറ്റ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് ചെയ്യണം. അതെ, ഇപ്പം നമ്മൾ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഫിഗർ ഇങ്ങനെയാണല്ലോ. കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ ക്യൂ ഉണ്ട്. നമ്മൾ ഈ ക്യൂവിനെ താഴോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാം. താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇവിടെ വേറൊരു ഫോഴ്സ് ഉണ്ട്. 6 എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടല്ലോ, 6. ഓക്കെ, നമ്മൾ ഈ ക്യൂവിനെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടുത്തെ ആംഗിൾ 30 എന്ന് തന്നിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത് എത്രയാണ്? 90 ആണല്ലോ. ഇവിടെ 30യും ഇവിടെ 90യും ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60. കറക്റ്റ് അല്ലേ? ഇവിടെ 30യും ഇവിടെ 90യും ആണെങ്കിൽ ബാക്കി വരുന്ന ആംഗിൾ 60. ഇനി നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രിൻസിപ്പിൾ അറിയത്തില്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ ഒരിതുണ്ട്. അതിനെ ഇങ്ങനെ ഒരു ആംഗിൾ വെച്ച് കട്ട് ചെയ്യുക. നമുക്ക് ഈ ആംഗിൾ അറിയാമെങ്കിൽ ഈ ആംഗിളും സെയിം തന്നെ ആയിരിക്കും. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഈ പ്രിൻസിപ്പിൾ അറിയില്ലേ? ഇപ്പോൾ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീർച്ചയായിട്ടും തീറ്റ തന്നെ ആയിരിക്കും. ഓക്കെ, ആ പ്രിൻസിപ്പിൾ അസ്യൂം ചെയ്യും. ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ അല്ലേ ഈ പോകുന്നത്. ഓക്കെ, ഈ ആംഗിൾ 90 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 60 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ 60 ഡിഗ്രി തന്നെ ആയിരിക്കും. ഈ പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറയുന്നത് ഇത് 60 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 60 തന്നെ. ഇവിടെ നമുക്ക് 90 ഉണ്ട്. ഓക്കെ, ഇത് 90 ഉണ്ട്. അപ്പം ബാക്കി ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ആണ്. ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ സെയിം തന്നെ ഇവിടെ നമുക്ക് 30 കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? അതും 30. ഓക്കെ, മനസ്സിലായില്ലേ? ഈ പ്രിൻസിപ്പിൾ തന്നെ ഇവിടെ 30 ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആംഗിൾ 30 തന്നെ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാം കിട്ടി. അപ്പോൾ ഈ ആംഗിൾ എത്ര? ഈ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 30 ഡിഗ്രിയാണ്. ഓക്കെ, ആംഗിൾ കിട്ടിയല്ലോ. ഇനി നമ്മൾ ക്യൂവിനെ റിസോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ ഇങ്ങനെയാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്യൂ കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ്. ലെഫ്റ്റ് ഫിഗർ കിടക്കുന്നത് 30. ഹൊറിസോണ്ടൽ സർഫസ് ഇങ്ങനെയാണ്. നമ്മുടെ ക്യൂ ആക്ട് ചെയ്യുന്നത് നേരെ താഴോട്ട്.
ആണല്ലോ. ഇനി ക്യൂവിനെ റിസോൾവ് ചെയ്യാം. അതായത് ക്യൂവിനെ റിസോൾവ് ചെയ്യുമ്പം ഇതിന് പാരലായിട്ട്, ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ്. ഹൊറിസോണ്ടൽ സർഫസിന് പാരലായിട്ട് ഒന്നുണ്ട്, പിന്നെ ഈ ഹൊറിസോണ്ടൽ സർഫസിന് പെർപെൻഡിക്കുലറുമായിട്ടുമുണ്ട്. ഇതാണ് രണ്ട് ക്യൂവിൻ്റെ കമ്പോണൻറ്റ്. ഇവിടെ നോക്കാം, ആംഗിൾ മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? വെർട്ടിക്കലുമായിട്ടാണ് ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത്. ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത് വെർട്ടിക്കലുമായിട്ടാണ്. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്നത്, അപ്പോൾ ആംഗിൾ മേക്ക് ചെയ്യുന്നത് വെർട്ടിക്കലുമായിട്ടാണ്, തീറ്റ. ഓക്കെ, ഇത് ക്യൂ. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്നത് എന്താണ്? ക്യൂ സൈൻ തീറ്റ, സോറി കോസ് തീറ്റ. തെറ്റിപ്പോയി. ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നത് എപ്പോഴും കോസിൻ്റെ കമ്പോണൻ്റ് ആയിരിക്കും, ക്യൂ കോസ് തീറ്റ. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഉള്ളതോ ക്യൂ സൈൻ തീറ്റ. നോക്കി, ക്യൂ ആക്ട് ചെയ്യുന്നത് താഴോട്ടാണ്, അപ്പം അതായത് എവയാണ്, ഈ പോയിന്റിൽ നിന്ന് എവയാണ്. അപ്പോൾ ക്യൂവിൻ്റെ കമ്പോണൻറ്റും ഈ പോയിന്റിൽ നിന്നും എവയാണ്. അതായത് ക്യൂ ഇങ്ങോട്ടാണെങ്കിൽ ക്യൂവിൻ്റെ കമ്പോണൻറ്റും അപ്പുറത്തോട്ട് താഴോട്ടുമായിരിക്കും. അതായത് ആംഗിളിനോട് ചേർന്ന് കിടക്കുന്നത് കോസും, ക്യൂ കോസ് തീറ്റ, ഇത് ക്യൂ സൈൻ തീറ്റ. ഓക്കെ, നമുക്കപ്പോൾ ഇത് റിസോൾവ് ചെയ്യാമല്ലോ. ഇനി ഫസ്റ്റ് ബോഡിയുടെ റിസോൾവ് ചെയ്യാമല്ലോ. എന്തൊക്കെയാണുള്ളത്? സിഗ്മ എഫ് എക്സ് എടുക്കാം. സിഗ്മ എഫ് എക്സ് എന്തൊക്കെയാണ്? ആർ സി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ആർ സിയും ക്യൂവിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും. ആർ സി നമ്മളിപ്പോൾ ഫസ്റ്റ് ആർ സി പോസിറ്റീവായിട്ട് എടുത്തു. ആർ സി പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ ആർ സിയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇപ്പം നെക്സ്റ്റ് ക്യൂ സൈൻ തീറ്റ ഉണ്ട്. ക്യൂ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആർ സിയുടെ നേരെ ഓപ്പോസിറ്റാണ്. ആർ സി റൈറ്റിലോട്ടും ക്യൂ സൈൻ തീറ്റ ലെഫ്റ്റിലോട്ടുമാണ്. അപ്പോൾ രണ്ടിൻ്റെയും സൈൻ ഡിഫറെൻ്റ് ആണ്. ആർ സി നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ മൈനസ് ക്യൂ സൈൻ തീറ്റ. സിഗ്മ എഫ് എസ് ഇസിക്കൽ ടു 0 ആണ്. അപ്പം ക്യൂ സൈൻ തീറ്റ ഇസിക്കൽ ടു 0. ഇത്രയുണ്ട്. ഓക്കെ, ഉണ്ടല്ലോ. നമുക്ക് തീറ്റ അറിയാം. തീറ്റ എത്രയാണ്? 30 ഡിഗ്രി. ഇവിടുന്ന് കിട്ടി തീറ്റ 30 ഡിഗ്രി ഇവിടുന്ന് കിട്ടി. പിന്നെ ക്യൂ ഉണ്ട്. ക്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? ഗിവൺ ക്യൂ ഇസിക്കൽ ടു, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നല്ലോ, 500 ന്യൂട്ടൺ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. തീറ്റ ഉണ്ട്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ആർ സി മൈനസ് 500 ഇൻറ്റു സൈൻ 30 ഇസിക്കൽ ടു 0. കറക്റ്റല്ലേ? ഇതിൽ നിന്നും നമുക്ക് ആർ സി കിട്ടുമല്ലോ. ആർ സി ഇസിക്കൽ ടു 500 ഇൻറ്റു സൈൻ 30 ഇസിക്കൽ ടു 250 ന്യൂട്ടൺ കിട്ടും. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യും? ഇനിയും സിഗ്മ എഫ് ഐ എടുക്കണം. സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ ഇൻക്ലൈൻഡ് സർഫസ്. മനസ്സിലായല്ലോ? കാരണം നമ്മൾ ഇൻക്ലൈൻഡ് സർഫസ് ആണ് ഇതിൻ്റെ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, ഹൊറിസോണ്ടലായിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും വൈ ആക്സിസ് വരുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതായിരിക്കും നമ്മളുടെ വൈ കമ്പോണൻറ്റ് സിഗ്മ എഫ് ഐ. അപ്പോൾ സിഗ്മ എഫ് ഐയിൽ നോക്കി ഇവിടെ എന്തൊക്കെ വരും ഈ ഫിഗറിൽ? ഇനി ആറേ വരും, പിന്നെ ക്യൂവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് വരും. കറക്റ്റല്ലേ? ആറേ വരും, ക്യൂവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, ഇത്രയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിഗ്മ എഫ് ഐ ഇസിക്വൽ ടു ആർ ഐ. നമുക്ക് ആർ ഐ എങ്ങനെയാണ്? ആർ ഐ മുകളിലോട്ടും ഉണ്ട്, പിന്നെ ക്യൂവിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂ കോസ് തീറ്റയാണ്. ആർ ഐയുടെ സൈൻ മുകളിലോട്ടും ക്യൂ സൈൻ തീറ്റയുടെ ക്യൂ കോസ് തീറ്റയുടെ സൈൻ താഴോട്ടുമാണ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് സൈൻസ് ആണ്. ആർ ഐ പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ ക്യൂ കോസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ക്യൂ കോസ് തീറ്റയാണ് പോസിറ്റീവ് എടുക്കുന്നതെങ്കിൽ ക്യൂ കോസ് തീറ്റ പോസിറ്റീവ് എടുത്താൽ ആർ ഐ നെഗറ്റീവ് എടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം. രണ്ടും രണ്ട് സൈൻ ആയിരിക്കും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആർ ഐ പോസിറ്റീവ് ആണ്. അപ്പോൾ ആർ ഐ വരും മൈനസ്, നെക്സ്റ്റ് വരുന്നത് ആർ ഐ എടുത്ത് മൈനസ് ക്യൂ കോസ് തീറ്റ. equal to 0. That implies RA minus Q എത്രയാണ്? 500 into cos theta എത്രയാണ്? 30 is equal to 0. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ
RI is equal to 500 into cos 30. എത്ര കിട്ടും? സോൾവ് ചെയ്യുമ്പോൾ 433 ന്യൂട്ടൺ കിട്ടും. മനസ്സിലായല്ലോ? ഫസ്റ്റ് ബോഡി ഒന്നുകൂടെ പറയാം, ആംഗിൾ എടുത്തത് വേണം ഒന്നുകൂടെ പറയാം. ഇങ്ങനെയാണ് ഫിഗർ. 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുണ്ട്. നമ്മൾ ക്യൂ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ക്യൂ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ട്രയാങ്കിൾ 30 ഡിഗ്രി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90, ബാക്കി വരുന്ന ആംഗിൾ 60. ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് ഈ ആംഗിൾ 60 ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആ ആംഗിളും 60 ആയിരിക്കും. ഇവിടെ 60 ആകുമ്പോൾ ഈ ആംഗിളും 60 ആണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇങ്ങനൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ 60 ഉണ്ട്, ഇത് പെർപെൻഡിക്കുലർ ആണ് 90, ബാക്കി വരുന്ന ആംഗിൾ 30. ഇതും സെയിം പ്രിൻസിപ്പിൾ, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 30 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തീറ്റ 30 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐ എടുക്കുകയാണ്. എഫ് എക്സ് എടുക്കുമ്പോൾ ക്യൂവിനെ റിസോൾവ് ചെയ്യണം, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും. തീറ്റ വെർട്ടിക്കലുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത് കൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന വെർട്ടിക്കൽ കമ്പോണൻറ്റ് കോസ് തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സൈൻ തീറ്റയും ആയിരിക്കും. സിഗ്മ എഫ് എക്സ് എടുത്തു, സിഗ്മ എഫ് ഐ എടുത്തു. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആർ സിയും ആർ ഐയും കിട്ടും. ഓക്കെ, ഫസ്റ്റ് മനസ്സിലായല്ലോ. ഇനിയും സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കൺസിഡറിങ് ലോവർ സിലിണ്ടർ, താഴെ കിടക്കുന്ന സിലിണ്ടർ നമ്മൾ കൺസിഡർ ചെയ്യാം. കൺസിഡറിങ് ലോവർ സിലിണ്ടർ നോക്ക്, ഫ്രീ ബോഡി ഡയഗ്രം നോക്ക്. ലോവർ സിലിണ്ടറിൻ്റെ ഇതാണ് സിലിണ്ടർ. നമുക്ക് പടം വരുന്നത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഉണ്ട് 30 ഡിഗ്രി 30 ഡിഗ്രി ഉണ്ട്. ഫിഗർ ഉണ്ട്. നമ്മളിത് എടുത്തില്ല. ലോവർ സിലിണ്ടർ ഉണ്ട്. ഇവിടെ ഏതൊക്കെയുണ്ട് ഫോഴ്സസ്? ഇതിനൊരു സെൽഫ് വെയിറ്റ് താഴോട്ടുണ്ട് ക്യൂ, നമ്മളിപ്പോൾ വരച്ച പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആർ ബി ഉണ്ട്. ഈ ഫോഴ്സ് ആർ ബി ഉണ്ട് ഇവിടെ. പിന്നെ ഇങ്ങോട്ടുള്ളത് ഫോഴ്സ് ആർ ഡി ഉണ്ട്. ആർ ഡി ഇങ്ങോട്ടുണ്ട്. പിന്നെ ഈ ആർ സിയും ഉണ്ട്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ഞാൻ വരച്ചിരിക്കുന്നത് ഫസ്റ്റ് സിലിണ്ടർ ആണ്. താഴത്തെ സിലിണ്ടർ ഉണ്ട്. മുട്ടിരിക്കുന്ന ഫോഴ്സിലെ ആർ ബി, ഇവിടെ ഒരു ആർ സി, പിന്നെ ഇവിടുത്തെ ആർ ഡി, പിന്നെ സെൽഫ് വെയിറ്റ് ക്യൂ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കമ്പോണൻ്റ് ഉണ്ടെന്ന് നോക്കി. ആർ സി ഉണ്ട്. ആർ സി നമ്മുടെ ഇംഗ്ലണ്ടിന് പാരലായിട്ടാണ് കിടക്കുന്നത്. ആർ ബി ഇംഗ്ലണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നുള്ളത് ക്യൂവും ആർ ഡിയുമാണ്. അതിനെ രണ്ടിനെ റിസോൾവ് ചെയ്യണം. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യാൻ ഈ ആംഗിൾ ഒരു തീറ്റയും പിന്നെ ഇത് ഒരു ആൽഫയായിട്ട് എടുത്താൽ ഈ തീറ്റയും ആൽഫയും നമ്മൾ കണ്ടുപിടിക്കണം റിസോൾവ് ചെയ്യാൻ. ഈ രണ്ട് ആംഗിൾ ഉണ്ടെങ്കിൽ റിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ നമ്മൾ തീറ്റ എന്നെടുത്തു, ഇതിനെ ആൽഫ എന്നെടുത്തു. ഇനി നമുക്ക് കഴിഞ്ഞ ഫിഗർ നോക്ക്. നമ്മൾ ഈ ക്യൂവിൻ്റെ ആംഗിൾ കണ്ടുപിടിച്ചില്ലേ തീറ്റ, ഇത് സെയിം തന്നെയാണ് രണ്ടാമത്തതിലും. വ്യത്യാസമൊന്നുമില്ല. ഇതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആണ്. ഇംഗ്ലണ്ട് സർഫസിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. ഈ ക്യൂ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. ആർ ബി പെർപെൻഡിക്കുലർ ആണ്, ക്യൂ താഴോട്ട് തന്നെയാണ്. അപ്പോൾ ഈ തീറ്റ നേരത്തെ നമുക്ക് ഇവിടെ കിട്ടിയ തീറ്റയും സെയിം തന്നെയാണ്. അപ്പോൾ തീറ്റ നമുക്കുണ്ട് 30 ഡിഗ്രി. കഴിഞ്ഞ ഫസ്റ്റ് സിലിണ്ടർ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ തീറ്റ തന്നെയാണ് ഇവിടുത്തെ തീറ്റ. ഇനി നമുക്ക് വേണ്ടത് ആൽഫയാണ്. ഓക്കെ, ഇനി ആൽഫ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. നമ്മൾ അതിന് ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടി
ഞാൻ ഒരു പ്രിൻസിപ്പിൾ പറയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കുന്നു, ഇത് 30 ഡിഗ്രി. ഓക്കെ, സെയിം തന്നെയല്ലേ ഇവിടെയും. ഇത് ഇങ്ങനെ ഇംഗ്ലണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30. ഇവിടെ നോക്കുക, RC വരുന്നത് ഇങ്ങനെയല്ലേ, അത് ഒരു വരച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും 30 തന്നെ ആയിരിക്കുമല്ലോ. ഈ ഇംഗ്ലണ്ടും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30. ഈ ഇംഗ്ലണ്ടും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് 30. സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ആൽഫയും നമുക്ക് എന്ത് തന്നെ കിട്ടും? സെയിം 30 ഡിഗ്രി തന്നെ കിട്ടും. കാരണം ഇവിടെ 30 തന്നിട്ടുള്ളത് കൊണ്ടാണ്. ഹൊറിസോണ്ടലും ഇംഗ്ലണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 തന്നിട്ടുണ്ട്. ഇവിടെയും സെയിം ഹൊറിസോണ്ടലും ഈ ഇംഗ്ലണ്ടുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ ഈ 30 തന്നെ ആയിരിക്കും ഈ ആൽഫ. തീറ്റ നമുക്ക് കഴിഞ്ഞത് കിട്ടി. തീറ്റയും ആൽഫയും 30 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് റിസോൾവ് ചെയ്താൽ മതി. സിഗ്മ FX-ഉം =0, സിഗ്മ FY =0 എന്നുള്ള കണ്ടീഷൻ റിസോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് എടുക്കും സിഗ്മ FX =0 എന്നുള്ള കണ്ടീഷൻ. സിഗ്മ FX =0 എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് along the England surface, അല്ലെങ്കിൽ ഫോഴ്സ് along the parallel to ഇംഗ്ലണ്ട് സർഫസിൽ കിടക്കുന്നത്. ഓക്കെ, ഫോഴ്സ് പാരലൽ ടു ഇംഗ്ലണ്ട് സർഫസ്. ഇത് ഇംഗ്ലണ്ട് സർഫസ്, അതിന് ഫോഴ്സ് പാരലൽ ആയിട്ടുള്ളത് RC ഉണ്ട്, പിന്നെ RDയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, Qന്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്. കറക്റ്റല്ലേ? അപ്പോൾ നമുക്ക് RDയെയും Qവിനെയും റിസോൾവ് ചെയ്യണം. Q നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അപ്പുറത്ത് റിസോൾവ് ചെയ്ത പോലെ തന്നെ. ഹൊറിസോണ്ടൽ സർഫസ് ഇങ്ങനെയാണ്, Q ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം അതിനെ റിസോൾവ് ചെയ്യുക. ഈ ആംഗിളാണ് തീറ്റ. അപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുന്നത് Q കോസ് തീറ്റയും ഇപ്പുറത്ത് കിടക്കുന്നത് Q സൈൻ തീറ്റയും, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി RD ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് സർഫസ് ഇങ്ങനെയാണ്, RD ഇങ്ങനെയാണ് കിടക്കുന്നത്. ഓക്കെ, RD ഇങ്ങോട്ടാണ്, RD ഇങ്ങനെയാണ്. അപ്പോൾ ചെയ്യേണ്ടത് ഇതിന് പാരലായിട്ടും റിസോൾവ് ചെയ്യണം, ഇതിന് പെർപെൻഡിക്കുലറായിട്ടും റിസോൾവ് ചെയ്യണം. ഓക്കെ, RD ഇവിടെ നോക്ക്, ഇവിടെ ആംഗിൾ മേക്ക് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ടാണ് ഇവിടെ ആൽഫ മേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ടാണ് ആൽഫ മേക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ഇതാണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് പാരലൽ, ഇതാണ് RD. അപ്പം ഇതാണ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? ആംഗിളിനോട് ചേർന്ന് കിടക്കുന്ന സൈഡ് RD കോസ് ആൽഫ, ഇവിടെ RD സൈൻ ആൽഫ. റിസോൾവ് ചെയ്ത് മനസ്സിലായല്ലോ. ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ, അതുകൊണ്ടാണ് ഇതിങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പം രണ്ടും കിട്ടി, റിസോൾവ് ചെയ്തു. ഇനി അപ്പോൾ നമുക്ക് സിഗ്മ FX എടുത്താൽ മതിയല്ലോ. സിഗ്മ FX എന്തൊക്കെ വരും? RC വരും. ഇപ്പം ഞാൻ RC പോസിറ്റീവായിട്ട് എടുത്തു. RCയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ലെഫ്റ്റിലോട്ട് കിടക്കുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി റിസോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലോട്ട് കിടക്കുന്ന എന്തൊക്കെയുണ്ട്? Q സൈൻ തീറ്റ ലെഫ്റ്റിലോട്ടാണ്, RD റൈറ്റിലോട്ടുമാണ്. അപ്പം നമ്മൾ RC പോസിറ്റീവ് എടുത്തതുകൊണ്ട്, ലെഫ്റ്റിലോട്ട് കിടക്കുന്ന പോസിറ്റീവ് എടുത്തതുകൊണ്ട് ഈ കമ്പോണൻറ്റ് പോസിറ്റീവും ഈ കമ്പോണൻറ്റ് നെഗറ്റീവുമായിരിക്കും. therefore RC പ്ലസ് Q സൈൻ തീറ്റ, RD നേരെ ഓപ്പോസിറ്റ് ആണ്, മൈനസ് RD കോസ് ആൽഫ. കിട്ടിയല്ലോ. ഇനി നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? Q ഉണ്ട്, തീറ്റ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്, പിന്നെ RC ഉണ്ട്. RC എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 250 ന്യൂട്ടൺ. കഴിഞ്ഞതിൽ നിന്ന് കിട്ടി. ഓക്കെ, therefore സിഗ്മ FX =0 ഇൻവേഴ്സ് RC കിട്ടി 250 ന്യൂട്ടൺ പ്ലസ് Q കൊണ്ട് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് 500 ഇൻറ്റു തീറ്റ സൈൻ 30 മൈനസ് RD ഇൻറ്റു കോസ് 30 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ആവരുത്, ഇത് ഫിഗർ നോക്കി വരയ്ക്കണേ.
confusion ആകരുത്. Okay, equal to 0. That implies 250 plus 500 into sin 30 is equal to RD cos 30. RD is equal to 500 into sin 30 plus 250 divided by cos 30. ഇതിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നറിയാം? 577.35 ന്യൂട്ടൺ കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കണം, ഇത് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിഗ്മ FI is equal to 0 റിസോൾവ് ചെയ്യാം. സിഗ്മ FI is equal to 0. സിഗ്മ FI is equal to 0 എന്താണ്? ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് സർഫേസ്. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? നോക്കാം. ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ഇൻക്ലൈൻഡ് സർഫേസിൽ എന്തൊക്കെ വരും? ഇതുണ്ട്, RB ഉണ്ട്, പിന്നെ ഈ സെയിം ക്യൂവിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും REയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. ഇവിടെ RB ഉണ്ട്, ക്യൂവിൻ്റെ പെർപെൻഡിക്കുലറും RDയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പം RDയുടെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് എന്താണ്? RD സൈൻ ആൽഫ. ക്യൂവിൻ്റെ പെർപെൻഡിക്കുലറോ? ക്യൂ കോസ് ആൽഫ. അപ്പം നോക്കാം, നമ്മൾ RB മുകളിലോട്ടുള്ള ഡയറക്ഷനാണ് പോസിറ്റീവ് എടുത്തിരിക്കുന്നതെങ്കിൽ ഞാനിപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണ്? RB മുകളിലോട്ടുള്ളത് പോസിറ്റീവ് എടുക്കുക. അപ്പം നോക്കാം, ക്യൂ സൈൻ തീറ്റ താഴോട്ടാണ്, അല്ല ക്യൂ കോസ് തീറ്റ താഴോട്ടാണ്, അപ്പോൾ അത് നെഗറ്റീവും. RD സൈൻ തീറ്റയും താഴോട്ടാണ്, അതും നെഗറ്റീവാണ്. ഓക്കെ, therefore sigma FI is equal to RB minus Q cos theta minus RD sin alpha. കാണുന്നുണ്ടല്ലോ? സിഗ്മ FI is equal to 0 implies RB എന്തൊക്കെയാണ് തന്നിട്ടുണ്ട്? RB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. RB മൈനസ് Q ഉണ്ട് 500 ഇൻറ്റു കോസ് തീറ്റ ഉണ്ട് 30 മൈനസ് RD നമുക്ക് 577.35 കിട്ടി. 577.35 ഇൻറ്റു സൈൻ ആൽഫയും 30 ആണ്. ഓക്കെ, ഇതിനെ നമുക്ക് റിസോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് RB കിട്ടും 721.69 ന്യൂട്ടൺ. ഇത് കാൽക്കുലേറ്റർ ചെയ്താൽ മതി. ഇത് ഇക്വൽ ടു 0 റിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് RB കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. റിസോൾവ് ചെയ്യുന്നത് ഇതാണ്. ആദ്യത്തെ സർക്കിള് ഇവിടെ 4 ഉണ്ട്. സൾഫേറ്റ് ക്യൂവ്, ഇവിടുത്തെ റിയാക്ഷൻ RD, RB, RC. നമ്മൾ ആദ്യം സിഗ്മ FXും സിഗ്മ FIയും സോൾവ് ചെയ്യാൻ വേണ്ടി ക്യൂവിനെയും RDയും റിസോൾവ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് തീറ്റയും ഈ ആൽഫയും കണ്ടുപിടിക്കേണ്ടതുണ്ട്. തീറ്റ നമ്മൾ ഫസ്റ്റ് സിലിണ്ടർ സോൾവ് ചെയ്ത പോലെ തന്നെയാണ് തീറ്റ കണ്ടുപിടിക്കുന്നത്. പിന്നെ ആൽഫ ഇതും ഈ ഇൻക്ലൈൻഡ് സർഫേസ് ഒറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന അതേ ആംഗിളിലാണ് ഈ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന RCയും ഒറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ 30യും ആൽഫയും സെയിം തന്നെയാണ്. അപ്പം നമുക്ക് തീറ്റയും ആൽഫയും 30യും തന്നെ കിട്ടും. പിന്നെ RD നമ്മൾ റിസോൾവ് ചെയ്തു. തീറ്റ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇവിടെ ക്യൂ കോസിൻ്റെയും ക്യൂ സൈൻ തീറ്റയും കിട്ടും. RD ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫേസായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ ഇത് RD കോസ് ആൽഫ, ഇത് RD സൈൻ ആൽഫ. എന്നിട്ട് നമ്മൾ സിഗ്മ FXും സിഗ്മ FI എടുത്തും സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്തെഴുതാം, റിയാക്ഷൻ എല്ലാം എടുത്തെഴുതാം. therefore നമ്മൾ കണ്ടുപിടിച്ച റിയാക്ഷൻസ് ഏതൊക്കെയാണ്? RC കണ്ടുപിടിച്ചു. RC is equal to 250, RA is equal to 433. പിന്നെ കണ്ടുപിടിച്ച RD is equal to 577.35 and RB is equal to 721.69 ന്യൂട്ടൺ. ഇത്ര എടുത്തെഴുതാണ് ലാസ്റ്റിൽ. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കണം. ഓക്കെ.